കുറച്ചധികം ദിവസമായി യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇന്നാണെങ്കിൽ നല്ല മഴയും അങ്ങനെ ചായയൊക്കെ കുടിച്ച് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കാം എന്ന്. അങ്ങനെ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ദോശയാണ്. വെറും ദോശയല്ല, ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല കേട്ടോ. പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ലെഫ്റ്റ് ഓവർ ഉള്ളതുകൊണ്ട് തന്നെ ഗോതമ്പ് ദോശയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഞാൻ ജസ്റ്റ് ഒന്ന് കറിയാക്കി എടുക്കുകയാണ്. കാരണം നല്ല ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കണം. മഴ തുടങ്ങി നമ്മൾ ഈ പുറത്തുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കില്ലല്ലോ. പക്ഷേ അതേപോലെ തന്നെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനും വെള്ളം നനയ്ക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ കുറച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിക്കൊന്ന് ഗ്രേവി ആക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം കേട്ടോ ചിക്കൻ കറിയിലേക്ക് ചേർക്കുന്നത്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയുടെ വലിയൊരു ഫാനല്ല, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിരുന്നു ചിക്കൻ. എന്നാൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേവി ടൈപ്പ് കിട്ടുമല്ലോ. അതിനുശേഷം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മടിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷേ എൻ്റെ സേവിയറായിട്ട് അപ്പോഴേക്കും ഇടിയപ്പം വന്നു കേട്ടോ. അപ്പം ഇടിയപ്പം ആൻഡ് ചിക്കൻ കറി ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. അങ്ങനെ ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിച്ചു കേട്ടോ. ഇടിയപ്പം വന്നേ പിന്നെ എനിക്ക് ദോശയൊന്നും വേണ്ട. ഇടിയപ്പം ആൻഡ് ചിക്കൻ കറി ആണല്ലോ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.